നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ തേനി ജില്ലയിലെ ആണ്ടിപ്പെട്ടിക്കടുത്ത് വൈഗൈ അണക്കെട്ടിലാണ്. തമിഴ്നാട് മുല്ലപ്പെരിയാറ്റിലെ വെള്ളം കൊണ്ടുവന്ന് ശേഖരിക്കുന്ന സ്ഥലമാണ് വൈഗൈ ഡാം. ആദ്യം നമുക്ക് ഡാം നന്നായി കാണാൻ കഴിയുന്ന ഒരിടത്തേക്ക് പോകാം. ഇതാണ് വൈഗൈ ഡാമിന്റെ പ്രധാന ഭാഗം. ഷട്ടറുകളും സ്പിൽവേകളും ഒക്കെയാണ് കാണുന്നത്. മുല്ലപ്പെരിയാർ 136 അടിയിലേക്ക് എത്തുകയും അധിക ജലം ഇടുക്കി ജലാശയത്തിലേക്ക് തുറന്നുവിടുകയും ചെയ്തപ്പോൾ തന്നെ തമിഴ്നാട് സാധ്യമായ അത്രയും ജലം വൈഗൈ ഡാമിൽ ശേഖരിച്ചിരുന്നു. അതും പരിധി കടന്ന് വൈഗൈ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ തുറന്നുവിട്ട അധിക ജലമാണ് ഈ ഒഴുകി വരുന്നത്. വലതുവശത്തായി ഡാമിനോട് ചേർന്ന് കാണുന്നത് പവർ ഹൗസ് ആണ്. അതിന്റെ സമീപത്തുകൂടി ഡാമിന്റെ മുകളിലേക്ക് കയറാം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ നടന്നു വന്ന വഴിയാണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഡാമിലേക്ക് നടക്കാം. ഇവിടെ മുതൽ നട കയറണം. കാണുമ്പോൾ ഭീകരമാണെങ്കിലും നട കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകണ്ട് കയറിയാൽ മതി. ഇതാണ് പവർ സ്റ്റേഷൻ. വീണ്ടും മുകളിലേക്ക് കയറാം. വീഡിയോയിൽ കാണുന്ന അത്ര ബുദ്ധിമുട്ടില്ല ഇത് കയറാൻ. അങ്ങനെ മുകളിലെത്തി. ഇന്ന് തിങ്കൾ രാവിലെ 8 മണി സമയമാണ്. വലിയ തിരക്കില്ല. ശനി ഞായർ ദിവസങ്ങളിലാണ് ആൾക്കാർ കൂടുതലായി എത്തുന്നത്. തേനി ആണ്ടിപ്പട്ടിക്കടുത്ത് വൈഗൈ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാം മലകൾക്കിടയിൽ നിർമ്മിക്കാത്ത അപൂർവം അണക്കെട്ടുകളിൽ ഒന്നാണ്. ഈ ഡാമിന്റെ മൊത്തം നീളം 3.5 കിലോമീറ്ററിലധികം വരും എന്നതാണ് രസകരമായ ഒരു കാര്യം. പൂർണ്ണമായും ഇതിന്റെ കോൺക്രീറ്റ് ബലത്തെ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഗ്രാവിറ്റി അണക്കെട്ടാണ് ഇത്. തേനി, ഡിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം, മധുര എന്നീ ജില്ലകളിലെ ജലസേചനത്തിനും തേനി, മധുര, രാമനാഥപുരം തുടങ്ങിയ വലിയ നഗരങ്ങൾക്കുള്ള കുടിവെള്ള സ്രോതസ്സായും പ്രവർത്തിക്കുന്നു വൈഗൈ ഡാം. അപ്പർ വൈഗ, സുരുളിയാർ, തേനിയാർ തുടങ്ങിയവ ഉൾപ്പെടെ വൈഗ ജലാശയത്തിന്റെ ആകെ വിസ്തീർണം 7741 ചതുരശ്ര കിലോമീറ്ററായി കണക്കാക്കപ്പെടുന്നു. ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി. ഫോട്ടോ എടുക്കലാണ് മെയിൻ പരിപാടി. കുറെ കൂടി മുൻപോട്ട് പോകാം. ശക്തമായ കാറ്റിൽ ഓളങ്ങളെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനമാണിത്. അണക്കെട്ടിന്റെ ചരിഞ്ഞ ഭിത്തിയിലുടനീളം ഇത്തരം ചതുരക്കല്ലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ചരിവൊക്കെ കണ്ട് ആഴമില്ലെന്ന് കരുതരുത്. ഇവിടെ ഒരു 7 നില കെട്ടിടത്തിന്റെ ആഴമുണ്ട്. ഇപ്പോൾ ഡാമിന്റെ മറുവശത്തുള്ള പാർക്കാണ് കാണുന്നത്. അറ്റത്തായി പവർ സ്റ്റേഷൻ. മലനിരകളുടെ ഭംഗി നോക്കുക. ഡാമിന്റെ ഒരറ്റം വരെ പോയി വരാം. നമ്മൾ ഡാമിനകത്തേക്കൊന്നിറങ്ങുകയാണ്. ഡാമിനുള്ളിൽ ഇറങ്ങാൻ അനുവാദമില്ല. ജലാശയത്തിനരികെ നിന്ന് ഡാമിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുവാൻ പ്രത്യേക സെക്യൂരിറ്റി പെർമിഷൻ വാങ്ങിയാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. സന്ദർശകർ ദയവായി ഇറങ്ങാൻ ശ്രമിക്കരുത്. വെള്ളാരംകല്ല് പോലെയുള്ള പാറയാണ് താഴെ. 111 അടി ഉയരമുള്ള വൈഗൈ അണക്കെട്ടിന് 71 അടി ഉയരത്തിൽ വരെ വെള്ളം സംഭരിച്ചു നിർത്തുവാനുള്ള ശേഷിയുണ്ട്. 6143 ദശലക്ഷം ക്യൂബിക് ഫീറ്റാണ് മൊത്തം ജലസംഭരണ ശേഷി. ഇവിടുത്തെ പവർ ഹൗസിൽ 3 മെഗാവാട്ട് വീതമുള്ള 2 യൂണിറ്റുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഡാമിന്റെ നിയന്ത്രണം തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പും അറ്റകുറ്റപ്പണികൾ ജലവിഭവ വകുപ്പും നിർവഹിക്കുന്നു. ഇതാണ് ഡാമിന്റെ ഉള്ളിൽ നിന്നുള്ള ഘടന. ഈ രൂപത്തിൽ 3.5 കിലോമീറ്ററിലധികം നീളമുണ്ട് വൈഗ അണക്കെട്ടിന്. ഇതങ്ങനെ നീണ്ടു വളഞ്ഞങ്ങനെ പോകും. ഇതിന്റെ പ്രധാന ഭാഗമാണ് നമ്മൾ ആദ്യം കണ്ട സ്പിൽവേ ഒക്കെയുള്ള ഭാഗം. ഡാമിന്റെ ഒരറ്റത്തു നിന്ന് പാർക്കിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. പല സ്ഥലത്തു നിന്ന് പാർക്കുകളിലേക്ക് എൻട്രൻസുകളുണ്ട്. ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ്. ബൈക്കുകൾക്ക് 10, കാറുകൾക്ക് 20, ബസ്സുകൾക്ക് 50 എന്നിങ്ങനെയാണ് പാർക്കിംഗ് ഫീസ്. പൊതുവെ ഇതൊരു സുരക്ഷിത സ്ഥലമാണ്. മനോഹരമായി തോന്നിയ മറ്റൊരു സ്ഥലത്തുകൂടി നമ്മൾ ഡാമിലേക്ക് ഇറങ്ങി. ഡാമിന്റെ വടക്കേ അറ്റമാണിത്. 1959 അന്നത്തെ മുഖ്യമന്ത്രി കെ കാമരാജാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആണ്ടിപ്പെട്ടിയിൽ നിന്ന് 9, തേനിയിൽ നിന്ന് 14, മധുരയിൽ നിന്ന് 70 കിലോമീറ്ററാണ് വൈഗൈ ഡാമിലേക്ക് ദൂരം. ആണ്ടിപ്പെട്ടിയിൽ റെയിൽവേ സ്റ്റേഷനുമുണ്ട്. കുടുംബസമേതം എത്തുന്നവരാണ് അധികവും. ഇതൊരു റൊമാൻറ്റിക് കോർണറാണ്.
ഇവിടെയുള്ള വള്ളിക്കുടിലുകളിലൊക്കെ ഓരോരോ കപ്പിൾസ് സ്ഥാനം പിടിച്ചിരിക്കുന്നു. പാർക്കിലെങ്ങും പൂക്കളും മരങ്ങളും അലങ്കാര വിളക്കുകളുമൊക്കെയാണ്. ലിറ്റിൽ വൃന്ദാവൻ എന്നാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. വൈഗ നദിക്ക് താമരപരണി എന്നൊരു പേരുകൂടി തമിഴിലുണ്ട്. പാർക്കിനുള്ളിൽ തന്നെ പലഹാരങ്ങളും പാനീയങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ കിട്ടുന്ന ചെറുതും വലുതുമായ ധാരാളം കടകളുണ്ട്. പുറത്തും ചെറിയ കടകളൊക്കെയുണ്ട്. എന്നാൽ വലിയ ഹോട്ടലുകൾ ഇവിടെയില്ല. ആണ്ടിപ്പെട്ടിയും കാണാവിളക്കുമാണ് അടുത്തുള്ള ടൗണുകൾ. രണ്ടിടത്തേക്കും 7 കിലോമീറ്ററോളം ദൂരമുണ്ട്. വിശ്രമ കേന്ദ്രങ്ങൾ പലതരത്തിലുള്ളവ പാർക്കിലുടനീളം കാണാം. നിരവധി ഫൗണ്ടനുകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും പാർക്കിനുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നതിനാൽ നിലവിൽ ജല സംവിധാനങ്ങളൊക്കെ ഓഫാണ്. പേരാൽ മരങ്ങളും വലിയ ചെമ്പക മരങ്ങളും മുളംകൂട്ടങ്ങളും അലങ്കാര വൃക്ഷങ്ങളും തണൽ മരങ്ങളുമൊക്കെ ധാരാളമുണ്ട് പാർക്കിൽ. കുട്ടികളുടെ റൈഡുകൾ എവിടെ നോക്കിയാലും കാണാം. ഒരാന ഇവിടെ കുട്ടികളെയും കാത്തു നിൽക്കുകയാണ്. ഇതുവഴി കയറിപ്പോകണം, എന്നിട്ട് ഇങ്ങനെ നിരങ്ങി വരാം. ഇത് പണ്ട് മായന്മാരുടെ കാലത്തെ നിർമ്മിതിയാണെന്ന് തോന്നുന്നു. വൈഗ അണക്കെട്ടിന് സമീപത്ത് ഇരുവശങ്ങളിലും മുൻഭാഗത്തുമായി അതിവിശാലമായ 3 പാർക്കുകൾ പ്രവർത്തിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ആസ്വദിക്കാവുന്ന തരത്തിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങേരെ നോക്കി മറ്റൊരാൾ ഇവിടെ നിൽക്കുന്നുമുണ്ട്. ഏതായാലും രണ്ടുപേരും വേലിക്കകത്താണ്. നമ്മളിപ്പോൾ തിരികെ നടന്ന് പാലം കടന്നു വന്ന് അണക്കെട്ടിന്റെ ഇടതുഭാഗത്ത് താഴെ എത്തിയിരിക്കുകയാണ്. ഡാമിന് തൊട്ടു മുമ്പിലുള്ള പാർക്കിൽ ചില പരിപാടികളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഡാമിന്റെ ഷട്ടറുകളും സ്പിൽവേകളും ഒക്കെയാണ്. ദൂരെ കാണുന്ന പവർ ഹൗസിന് അരികിൽ കൂടിയാണ് നമ്മൾ ആദ്യം അണക്കെട്ടിൽ കയറിയത്. അതുകൂടാതെ ഡാമിന്റെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തു കൂടിയും ഡാമിൽ കയറാൻ പടിക്കെട്ടുകളുണ്ട്. അവിടുത്തെ കാഴ്ചകളും ബാക്കിയുള്ള 2 പാർക്കുകളിലെ കാഴ്ചകളും വൈഗ അണക്കെട്ടിന്റെ 2ാം ഭാഗത്തിൽ. ഡാമിന്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു കുട്ടവഞ്ചി മീൻപിടുത്ത കേന്ദ്രത്തിലേക്ക് ഒരു ബൈക്ക് യാത്രയും നമ്മൾ നടത്തുന്നുണ്ട്. അതും ഡാമിന്റെ റിസർവോയറിനുള്ളിലാണ്. ഇവയൊക്കെയായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.